ഹലോ ഹായ്. ഞാൻ ആരാണ് എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുടെ അന്വേഷണങ്ങൾക്ക് മറുപടിയായിട്ടാണ് എൻ്റെ വീഡിയോ. എൻ്റെ പേര് നിധി. കുറച്ചുകൂടെ വ്യക്തമായി പറയാനാണ് എന്നുണ്ടെങ്കിൽ, പെൺകുട്ടികൾ കുടുംബത്തിന് പ്രാരാബ്ധവും ബാധ്യതയുമാണ് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമൂഹത്തിൽ 5 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമുള്ള കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത കുട്ടിയായിട്ടാണ് എൻ്റെ ജനനം. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുന്നവരോട്, തോമസ് ലീഹ സ്ഥാപിച്ച സെയിൻറ്റ് തോമസ് ചർച്ച് നോർത്ത് പറവൂരിലാണ് സുഹൃത്തെ എൻ്റെ തലയിൽ മാമോദിസ വെള്ളം വീണത്. അതുകൊണ്ട് തന്നെ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് ഞാൻ എന്തിന് ഇത് പറയുന്നു, ഞാൻ എന്തിന് PC-നെ വിമർശിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട്, നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിൻ്റെ മുഖമുദ്ര എന്ന് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. വിവിധ ജാതിയിലുള്ളവർ, വിവിധ മതത്തിലുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ ഒന്നായി ഒരു കുടുംബമായി ഒരു രാജ്യത്ത് ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ, വേഷവിധാനത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ആൾക്കാരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭാരതം. മടുത്തു ഞങ്ങൾ കണ്ട്. ഇത്രയും നാൾ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചത് സത്യമായിട്ടും ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ശരിയെന്തോ അത് പറയാനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഗതി കെട്ടിട്ടാണ് സാർ പ്രതികരിക്കുന്നത്. അതാരാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അത് ഏത് മതനേതാവാണെങ്കിലും, എൻ്റെ രാജ്യത്തെ നിങ്ങൾ വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും. ഒരു അസുഖം വരുന്നത് നിങ്ങൾ ഏത് ജാതിക്കാരനാണ്, ക്രിസ്ത്യാനികൾക്കുള്ള അസുഖമാണിത്, ഹിന്ദുക്കൾക്കുള്ള അസുഖമാണിത്, മുസ്ലിങ്ങൾക്കുള്ള അസുഖമാണെന്ന് പറഞ്ഞിട്ടുള്ളതല്ല. ഞാനൊരു ഹെൽത്ത് കെയർ വർക്കറാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല. മനുഷ്യർ 2 വിഭാഗമാണ്. അത് നല്ലവരും ചീത്തവരും മാത്രമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതിനർത്ഥം എൻ്റെ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ PC-ക്കെതിരെ വീഡിയോ ചെയ്തത് എന്നല്ല സുഹൃത്തെ. എൻ്റെ വീഡിയോസ് നിങ്ങളെടുത്ത് നോക്കുക. എൻ്റെ ഒരു വീഡിയോയിലെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. UAE-യിൽ അന്തസ്സായി 15 വർഷമായി പ്രവാസ ജീവിതം ഞാൻ നയിക്കുന്നു. ഞാനൊരു ഫാർമസിയുടെ പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ എനിക്കാരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻ്റെ നിലനിൽപ്പിന് വേണ്ടി. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ തെറ്റി. അതുകൊണ്ട് തന്നെ എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണെന്ന് ചോദിക്കുന്നവരോട് ഇതുവരെ ടിൽ ടുഡേ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പറല്ല. ശരി ആര് പറയുന്നോ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, തെറ്റാര് പറയുന്നോ അതിനെതിരെ ഞാൻ പ്രതികരിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയം. പിന്നെ ഞാൻ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഞാൻ കാരണം ഒരു കുടുംബത്തിലെ ഒരംഗത്തിനെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ അതിൻ്റെ സമൂഹത്തിന് ചെയ്യുന്ന സേവനമായിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എൻ്റെ ഫാർമസിയിൽ വിശക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞ് കയറി വന്നിട്ടുള്ള ഒരാൾ പോലും വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല കഴിഞ്ഞ 3 വർഷമായി. എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് പോലും കാശില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സമൂഹത്തിന് ചെയ്യുന്ന നന്മയായി കരുതുന്നത്. ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ ലാർജ് സ്കെയിലിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ സമൂഹത്തിന് ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മറ്റൊരു ആൻസറും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കേലും ഒരു ബോധം വരികയാണെന്നുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയക്കാർ അവരുടെ സ്വന്തമായ താല്പര്യത്തിനും അവരുടെ സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ടാണ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അതാണ് ഞാൻ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അല്ല റീച്ചിന് വേണ്ടിയിട്ടോ കാശിന് വേണ്ടിയിട്ടോ അല്ല. ഇനി ആരും സ്പോൺസർ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന നല്ലവരായ സുഹൃത്തുക്കൾക്ക് 1000 നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വലിയ ഒരു ധൈര്യമാണ് തരുന്നത്. പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് മോശം കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരോടും അച്ചായന്മാരോടും ഒരു കമൻറ്റ്, ചേട്ടാ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഇടുന്ന കമൻറ്റിന് കൃത്യമായ മറുപടി
ഞാൻ തന്നിരിക്കും. പഴയ കാലത്തെ പെമ്പിള്ളേരെ പോലെ പേടിച്ച് അടുക്കളയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടാനൊന്നും എന്നെ കിട്ടത്തില്ല. തലമുറ വേറെയാണ് സാറേ, ജീൻ വേറെയാണ്. അപ്പം ശരി, കാണാം.